ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വീഡിയോയിൽ വിശുദ്ധ പൗലോസ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്നുള്ള ഓപ്ഷനോട് കൂടിയ 60 ചോദ്യോത്തരങ്ങളാണ് അവതരിപ്പിക്കുന്നത്. 2-ാം അധ്യായത്തിൻ്റെ ഓൺലൈൻ മോക്ക് ടെസ്റ്റ് ഈ വരുന്ന ശനിയാഴ്ച, അതായത് 4/4/2026 രാത്രി 8 മുതൽ 10:30 വരെ സമയത്ത് നടത്തുന്നതാണ്. ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. ഗലാത്യ അധ്യായം 2-ന്റെ 2-ാമത്തെ തലക്കെട്ട് എന്താണ്? എ. പൗലോസിന് അംഗീകാരം, ബി. അഭിപ്രായ ഭിന്നത, സി. വിശ്വാസത്തിലൂടെ നീതീകരണം, ഡി. അപ്പസ്തോലനാകാനുള്ള വിളി. ഉത്തരം ബി. അഭിപ്രായ ഭിന്നത. ചോദ്യം 2. ഗലാത്യ അധ്യായം 2-ൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? എ. 15, ബി. 20, സി. 21, ഡി. 25. ഉത്തരം സി. 21. ചോദ്യം 3. 14 വർഷത്തിന് ശേഷം ബാർണബാസിനോടുകൂടെ പൗലോസ് വീണ്ടും പോയത് എവിടേക്കാണ്? എ. ജെറുസലേമിലേക്ക്, ബി. അന്ത്യോക്യയിലേക്ക്, സി. എഫേസോസിലേക്ക്, ഡി. റോമിലേക്ക്. ഉത്തരം എ. ജെറുസലേമിലേക്ക്. ചോദ്യം 4. ഗലാത്യ 2:1 സമാനമായ വാക്യം ഏത്? എ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 15, 12, 15, 13, 15, 2, 15, 3. ഉത്തരം സി. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 15, 2. ചോദ്യം 5. 14 വർഷത്തിന് ശേഷം ആരോട് കൂടെയാണ് പൗലോസ് വീണ്ടും ജെറുസലേമിലേക്ക് പോയത്? എ. പത്രോസിനൊപ്പം, ബി. സീലാസിനൊപ്പം, സി. ബർണബാസിനൊപ്പം, ഡി. തിമോത്തിയോസിനൊപ്പം. ഉത്തരം സി. ബാർണബാസിനൊപ്പം. ചോദ്യം 6. ഗലാത്യ 2:6 സമാനമായ വാക്യം ഏത്? എ. നിയമാവർത്തനം 10, 17, 10, 18, 10, 19, 10, 20. ഉത്തരം എ. നിയമാവർത്തനം 10, 17. ചോദ്യം 7. 14 വർഷത്തിന് ശേഷം ബാർണബാസിനോടുകൂടെ പൗലോസ് വീണ്ടും ജെറുസലേമിലേക്ക് പോയപ്പോൾ ആരെയാണ് കൂടെ കൊണ്ടുപോയത്? എ. മർക്കോസിനെ, ബി. തീത്തോസിനെ, സി. ലൂക്കായെ, ഡി. സ്തെഫാനോസിനെ. ഉത്തരം ബി. തീത്തോസിനെ. ചോദ്യം 8. റോമ 3:20 സമാനമായ ഗലാത്യ വാക്യം ഏത്? എ. ഗലാത്യ 2:17, 2:18, 2:19, 2:16. ഉത്തരം ഡി. ഗലാത്യ 2:16. ചോദ്യം 9. ബാർണബാസിനോടുകൂടെ പൗലോസ് ജെറുസലേമിലേക്ക് പോകാനുണ്ടായ പ്രചോദനം എന്തായിരുന്നു? എ. സഭയുടെ കൽപ്പനയനുസരിച്ച്, ബി. ഒരു വെളിപാടനുസരിച്ച്, സി. പത്രോസിൻ്റെ ക്ഷണമനുസരിച്ച്, ഡി. സ്വന്തം താൽപ്പര്യപ്രകാരം. ഉത്തരം ബി. ഒരു വെളിപാടനുസരിച്ച്. ചോദ്യം 10. ബാർണബാസിനോടുകൂടെ ജെറുസലേമിലെത്തിയ പൗലോസ് താൻ വിജാതീയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം സ്വകാര്യമായി അവതരിപ്പിച്ചത് എവിടെയാണ്? എ. കേപ്പയുടെ പക്കൽ, ബി. യാക്കോബിൻ്റെ പക്കൽ, സി. ജെറുസലേമിലെ പ്രധാനികളുടെ മുമ്പിൽ, ഡി. പ്രധാന പുരോഹിതൻ്റെ അടുത്ത്. ഉത്തരം സി. ജെറുസലേമിലെ പ്രധാനികളുടെ മുമ്പിൽ. ചോദ്യം 11. ബാർണബാസിനോടുകൂടെ ജെറുസലേമിലെത്തിയ പൗലോസ് അവിടുത്തെ പ്രധാനികളുടെ മുമ്പിൽ സ്വകാര്യമായി അവതരിപ്പിച്ചത് എന്താണ്? എ. പഴയ നിയമം, ബി. വിജാതീയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം, സി. യാത്രാവിവരണം, ഡി. സഭയുടെ കണക്കുകൾ. ഉത്തരം ബി. വിജാതീയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം. ചോദ്യം 12. താൻ വിജാതീയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം ജെറുസലേമിലെ പ്രധാനികളുടെ മുമ്പിൽ സ്വകാര്യമായി അവതരിപ്പിക്കുന്നതിനുള്ള കാരണമായി പൗലോസ് പറയുന്നത് എന്താണ്? എ. താൻ ഓടുന്നതും ഓടിയതും വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടി, ബി. താൻ ശരിയാണെന്ന് കാണിക്കാൻ വേണ്ടി, സി. അനുവാദം വാങ്ങാൻ വേണ്ടി,
ഡി പ്രശസ്തിക്ക് വേണ്ടി. ഉത്തരം എ താൻ ഓടുന്നതും ഓടിയതും വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടി. ചോദ്യം 13. എന്ത് വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടിയാണ് താൻ വിജാതീയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം ജെറുസലേമിലെ പ്രധാനികളുടെ മുമ്പിൽ പൗലോസ് സ്വകാര്യമായി അവതരിപ്പിച്ചത്? എ തൻ്റെ പ്രസംഗം, ബി തൻ്റെ വിശ്വാസം, സി താൻ ഓടുന്നതും ഓടിയതും, ഡി തൻ്റെ അധ്വാനം. ഉത്തരം സി താൻ ഓടുന്നതും ഓടിയതും. ചോദ്യം 14. പൗലോസിനോട് കൂടെയുണ്ടായിരുന്ന തീത്തോസ് ഏത് നാട്ടുകാരൻ ആയിരുന്നു? എ യഹൂദൻ, ബി ഗ്രീക്കുകാരൻ, സി റോമാക്കാരൻ, ഡി എഫേസോസുകാരൻ. ഉത്തരം ബി ഗ്രീക്കുകാരൻ. ചോദ്യം 15. തന്നോട് കൂടെ ഉണ്ടായിരുന്ന തീത്തോസ് ഒരു ഗ്രീക്കുകാരനായിരുന്നിട്ടും എന്തിന് നിർബന്ധിക്കപ്പെട്ടില്ല എന്നാണ് പൗലോസ് അവകാശപ്പെടുന്നത്? എ ജെറുസലേം വിട്ടുപോകാൻ, ബി പരിച്ഛേദനത്തിന്, സി യഹൂദ നിയമം പഠിക്കാൻ, ഡി ഉപവാസം എടുക്കാൻ. ഉത്തരം ബി പരിച്ഛേദനത്തിന്. ചോദ്യം 16. പൗലോസിനോട് കൂടെയുണ്ടായിരുന്ന ആരാണ് പരിച്ഛേദനത്തിന് നിർബന്ധിക്കപ്പെടാതിരുന്നത്? എ ബാർണബാസ്, ബി ഗ്രീക്കുകാരനായ തീത്തോസ്, സി ലൂക്ക, ഡി മാർക്കോസ്. ഉത്തരം ബി ഗ്രീക്കുകാരനായ തീത്തോസ്. ചോദ്യം 17. യേശുക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്ത് തങ്ങളെ അടിമത്തത്തിൽ കൊണ്ടുചെന്നെത്തിക്കുന്നതിന് ആരാണ് രഹസ്യത്തിൽ കടന്നുകൂടിയത് എന്നാണ് പൗലോസ് പറയുന്നത്? എ പുരോഹിതർ, ബി ഗ്രീക്കുകാർ, സി വ്യാജ സഹോദരന്മാർ, ഡി ഫരിസയർ. ഉത്തരം സി വ്യാജ സഹോദരന്മാർ. ചോദ്യം 18. യേശുക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്ത് തങ്ങളെ എന്ത് ചെയ്യാനാണ് വ്യാജ സഹോദരന്മാർ രഹസ്യത്തിൽ കടന്നുകൂടിയത് എന്നാണ് പൗലോസ് പറയുന്നത്? എ സഹായിക്കാൻ, ബി അടിമത്തത്തിൽ കൊണ്ടുചെന്നെത്തിക്കുന്നതിന്, സി പഠിപ്പിക്കാൻ, ഡി പുറത്താക്കാൻ. ഉത്തരം ബി അടിമത്തത്തിൽ കൊണ്ടുചെന്നെത്തിക്കുന്നതിന്. ചോദ്യം 19. യേശുക്രിസ്തുവിലുള്ള തങ്ങളുടെ എന്തിനെ ചൂഷണം ചെയ്ത് അടിമത്തത്തിൽ കൊണ്ടുചെന്നെത്തിക്കുന്നതിനാണ് വ്യാജ സഹോദരന്മാർ രഹസ്യത്തിൽ കടന്നുകൂടിയത് എന്നാണ് പൗലോസ് പ്രസ്താവിക്കുന്നത്? എ സമ്പത്തിനെ, ബി അധികാരത്തെ, സി സ്വാതന്ത്ര്യത്തെ, ഡി അറിവിനെ. ഉത്തരം സി സ്വാതന്ത്ര്യത്തെ. ചോദ്യം 20. ഗലാത്യക്കാർക്കായി എന്ത് നിലനിർത്തേണ്ടതിനാണ് പൗലോസും കൂട്ടരും വ്യാജ സഹോദരർക്ക് വശപ്പെടാതിരുന്നത്? എ സുവിശേഷത്തിൻ്റെ സത്യം, ബി സഭയുടെ അധികാരം, സി യഹൂദ ആചാരങ്ങൾ, ഡി സ്വന്തം മാനം. ഉത്തരം എ സുവിശേഷത്തിൻ്റെ സത്യം. ചോദ്യം 21. ഗലാത്യയിലെ സഭയിൽ രഹസ്യത്തിൽ കടന്നുകൂടിയ വ്യാജ സഹോദരന്മാരുടെ മനോഭാവം എന്തെന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? എ തങ്ങൾ എന്തോ ആണെന്നുള്ള ഭാവം, ബി വിനീതമായ ഭാവം, സി പഠിക്കാനുള്ള ഭാവം, ഡി സേവന മനോഭാവം. ഉത്തരം എ തങ്ങൾ എന്തോ ആണെന്നുള്ള ഭാവം. ചോദ്യം 22. ഗലാത്യയിലെ സഭയിൽ രഹസ്യത്തിൽ കടന്നുകൂടിയ വ്യാജ സഹോദരന്മാരോട് പൗലോസ് ലീഹയുടെ പ്രതികരണം എന്തായിരുന്നു? എ അവരെ സ്വാഗതം ചെയ്തു, ബി അവർ എന്താണെന്ന് ഗവനിക്കുന്നേയില്ല, സി അവരെ പേടിച്ചു, ഡി അവരോട് തർക്കിച്ചു. ഉത്തരം ബി അവർ എന്താണെന്ന് ഗവനിക്കുന്നേ ഇല്ല. ചോദ്യം 23. ഗലാത്യ 2:6 ദൈവത്തെക്കുറിച്ചുള്ള പൗലോസ് ലീഹയുടെ വിശേഷണം എന്ത്? എ ദൈവം കാരുണ്യമാണ്, ബി ദൈവം സ്നേഹമാണ്, സി ദൈവം മുഖം നോക്കുന്നവനല്ലല്ലോ, ഡി ദൈവം എല്ലാം ക്ഷമിക്കുന്നവനാണ്. ഉത്തരം സി ദൈവം മുഖം നോക്കുന്നവനല്ലല്ലോ. ചോദ്യം 24. പരിച്ഛേദിതർക്കുള്ള സുവിശേഷം ആരെയാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഗലാത്യ 2:7 പറയുന്നത്? എ പൗലോസിനെ, ബി പത്രോസിനെ, സി യാക്കോബിനെ, ഡി യോഹന്നാനെ. ഉത്തരം ബി പത്രോസിനെ.
ചോദ്യം 25. അപരിച്ഛേദിതർക്കുള്ള സുവിശേഷം ആരെയാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഗലാത്യ 2:7 പറയുന്നത്? എ. പൗലോസിനെ, ബി. കേഫായെ, സി. ബാർണബാസിനെ, ഡി. സ്തെഫാനോസിനെ. ഉത്തരം എ. പൗലോസിനെ. ചോദ്യം 26. അപരിച്ഛേദിതരെ സൂചിപ്പിക്കുന്ന മറ്റൊരു വാക്ക് ഏത്? എ. സഹോദരന്മാർ, ബി. ശിഷ്യന്മാർ, സി. വിജാതീയർ, ഡി. യഹൂദർ. ഉത്തരം സി. വിജാതീയർ. ചോദ്യം 27 പൂരിപ്പിക്കുക. എന്തെന്നാൽ പരിച്ഛേദിതർക്കുള്ള ഡാഷ് പത്രോസിലൂടെ നിറവേറ്റുന്നവൻ തന്നെ ഡാഷ് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. എ. നിയമം സുവിശേഷം, ബി. പ്രേഷിതത്വം വിജാതീയർക്ക് വേണ്ടി, സി. അധികാരം എല്ലാവർക്കും, ഡി. അനുഗ്രഹം വിശ്വാസികൾക്ക്. ഉത്തരം ബി. പ്രേഷിതത്വം വിജാതീയർക്കു വേണ്ടി. ചോദ്യം 28. സഭയുടെ നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്നവർ ആരൊക്കെയാണ്? എ. പൗലോസ്, ബാർണബാസ്, തീത്തോസ്, ബി. യാക്കോബും കേഫായും യോഹന്നാനും, സി. പത്രോസ്, ലൂക്ക, സീലാസ്, ഡി. മത്തായി, മർക്കോസ്, ലൂക്ക. ഉത്തരം ബി. യാക്കോബും കേഫായും യോഹന്നാനും. ചോദ്യം 29. നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരിക്കുന്ന യാക്കോബും കേഫായും യോഹന്നാനും പൗലോസിന് എന്ത് ലഭിച്ചിരിക്കുന്നുവെന്നാണ് കണ്ടത്? എ. വലിയ ജ്ഞാനം, ബി. ദൈവത്തിൻ്റെ കൃപ, സി. സഭയുടെ അധികാരം, ഡി. പണം. ഉത്തരം ബി. ദൈവത്തിൻ്റെ കൃപ. ചോദ്യം 30. നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരിക്കുന്ന യാക്കോബും കേഫായും യോഹന്നാനും എപ്രകാരമാണ് പൗലോസിനോടും ബാർണബാസിനോടും പ്രതികരിച്ചത്? എ. അവരെ എതിർത്തുകൊണ്ട്, ബി. തങ്ങളുടെ കൂട്ടായ്മയുടെ വലത്തുകരം നീട്ടിക്കൊണ്ട്, സി. അവരെ ഒഴിവാക്കിക്കൊണ്ട്, ഡി. അവരെ ശിക്ഷിച്ചുകൊണ്ട്. ഉത്തരം ബി. തങ്ങളുടെ കൂട്ടായ്മയുടെ വലത്തുകരം നീട്ടിക്കൊണ്ട്. ചോദ്യം 31. സഭയുടെ നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്നവർ ഒരു കാര്യം മാത്രമേ പൗലോസിനോടും ബാർണബാസിനോടും ആവശ്യപ്പെട്ടുള്ളൂ. എന്താണത്? എ. യഹൂദ നിയമങ്ങൾ പാലിക്കണം, ബി. ഉപവാസം അനുഷ്ഠിക്കണം, സി. പാവങ്ങളെപ്പറ്റി ചിന്ത വേണം, ഡി. ജെറൂസലേമിൽ തന്നെ കഴിയണം. ഉത്തരം സി. പാവങ്ങളെപ്പറ്റി ചിന്ത വേണം. ചോദ്യം 32. എവിടെ വെച്ചാണ് പൗലോസ് കേഫയെ മുഖത്തു നോക്കി എതിർത്തത്? എ. അന്ത്യോക്യയിൽ, ബി. ജെറൂസലേമിൽ, സി. റോമിൽ, ഡി. കോറിന്തോസിൽ. ഉത്തരം എ. അന്ത്യോക്യയിൽ. ചോദ്യം 33. പൗലോസ് കേഫയെ മുഖത്തു നോക്കി എതിർക്കാൻ കാരണമെന്ത്? എ. പണം ആവശ്യപ്പെട്ടതുകൊണ്ട്, ബി. കേഫയിൽ കുറ്റം കണ്ടതുകൊണ്ട്, സി. കേഫ പ്രസംഗം തടഞ്ഞതുകൊണ്ട്, ഡി. ഭയം കാരണം. ഉത്തരം ബി. കേഫയിൽ കുറ്റം കണ്ടതുകൊണ്ട്. ചോദ്യം 34. എപ്പോഴാണ് കേഫ വിജാതീയരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ നിന്നും പിന്മാറിയത്? എ. യാക്കോബിൻ്റെ അടുത്തുനിന്ന് ചിലർ വന്നപ്പോൾ, ബി. പൗലോസ് വന്നപ്പോൾ, സി. രാത്രിയായപ്പോൾ, ഡി. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ. ഉത്തരം എ. യാക്കോബിൻ്റെ അടുത്തുനിന്ന് ചിലർ വന്നപ്പോൾ. ചോദ്യം 35. വിജാതീയരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ നിന്നും കേഫ പിന്മാറാൻ കാരണമെന്ത്? എ. ഭക്ഷണം ഇഷ്ടപ്പെടാത്തതുകൊണ്ട്, ബി. പരിച്ഛേദിതരെ ഭയന്ന്, സി. വിശപ്പില്ലാത്തതുകൊണ്ട്, ഡി. പൗലോസിനെ പേടിച്ച്. ഉത്തരം ബി. പരിച്ഛേദിതരെ ഭയന്ന്. ചോദ്യം 36. കേഫയുടെയും ഒപ്പമുണ്ടായിരുന്ന യഹൂദരുടെയും കപടമായ പെരുമാറ്റം ആരെപ്പോലും വഴിതെറ്റിച്ചു എന്നാണ് പൗലോസ് പറയുന്നത്? എ. ബാർണബാസിനെ പോലും, ബി. തീത്തോസിനെ പോലും, സി. തിമോത്തിയോസിനെ പോലും, ഡി. ലൂക്കായെ പോലും. ഉത്തരം എ. ബാർണബാസിനെ പോലും. ചോദ്യം 37. കേഫയുടെയും കൂട്ടരുടെയും എന്തുമൂലമാണ് ബാർണബാസ് പോലും വഴിതെറ്റിക്കപ്പെട്ടത്? എ. കപടമായ പെരുമാറ്റം, ബി. കഠിന ശാസനം, സി. പൗലോസിൻ്റെ തർക്കം, ഡി. യാക്കോബിൻ്റെ കത്ത്. ഉത്തരം എ. കപടമായ പെരുമാറ്റം. ചോദ്യം 38. കേഫയുടെയും കൂട്ടരുടെയും പെരുമാറ്റം എന്തുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് പൗലോസ് എല്ലാവരുടെയും മുമ്പിൽ വച്ച് കേഫായെ എതിർത്തത്? എ. നിയമവുമായി, ബി. പാരമ്പര്യവുമായി,
സി സുവിശേഷ സത്യങ്ങളുമായി, ഡി സഭയുടെ ഭരണഘടനയുമായി. ഉത്തരം സി സുവിശേഷ സത്യവുമായി. ചോദ്യം 39. ഗലാത്യ 2-ാം അധ്യായത്തിലെ 3-ാമത്തെ തലക്കെട്ട് എന്ത്? എ വിശ്വാസത്തിലൂടെ നീതീകരണം, ബി സഭയുടെ വളർച്ച, സി നിയമത്തിൻ്റെ ശക്തി, ഡി പൗലോസിൻ്റെ യാത്രകൾ. ഉത്തരം എ വിശ്വാസത്തിലൂടെ നീതീകരണം. ചോദ്യം 40. പൂരിപ്പിക്കുക. നാം തന്നെ ഡാഷ് ജനിച്ചവരാണ്. വിജാതീയരിലെ ഡാഷ്. എ റോമാക്കാരായി സൈനികരല്ല, ബി യഹൂദരായി പാപികളായിട്ടല്ല, സി ഗ്രീക്കുകാരായി അടിമകളല്ല, ഡി സഭക്കാരായി ശത്രുക്കളല്ല. ഉത്തരം ബി യഹൂദരായി പാപികളായിട്ടല്ല. ചോദ്യം 41. ഒരുവൻ നീതീകരിക്കപ്പെടുന്നത് നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിലൂടെയല്ല, മറിച്ച് എന്തിലൂടെയാണ്? എ നല്ല പ്രവൃത്തികളിലൂടെ, ബി യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ, സി സ്നാനത്തിലൂടെ, ഡി പള്ളിയിൽ പോകുന്നതിലൂടെ. ഉത്തരം ബി യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ. ചോദ്യം 42. എന്തിലൂടെ ഒരുവനും നീതീകരിക്കപ്പെടുകയില്ല എന്നാണ് വിശുദ്ധ പൗലോസ് ഗലാത്യ 2:16 പറയുന്നത്? എ സ്നേഹം വഴി, ബി വിശ്വാസം വഴി, സി നിയമാനുഷ്ഠാനം വഴി, ഡി ദയ വഴി. ഉത്തരം സി നിയമാനുഷ്ഠാനം വഴി. ചോദ്യം 43. പൂരിപ്പിക്കുക. എന്നാൽ ക്രിസ്തുവിൽ നീതീകരിക്കപ്പെടാനുള്ള പരിശ്രമത്തിൽ തന്നെ നമ്മൾ പാപികളായി കാണപ്പെട്ടുവെങ്കിൽ ക്രിസ്തു ഡാഷ്. എ പാപത്തിൻ്റെ ശുശ്രൂഷകനാണോ, ബി വലിയവനാണോ, സി നമ്മെ ശിക്ഷിക്കുമോ, ഡി നമ്മെ ഉപേക്ഷിക്കുമോ. ഉത്തരം എ പാപത്തിൻ്റെ ശുശ്രൂഷകനാണോ. ചോദ്യം 44. ഗലാത്യ 2:18 പ്രകാരം ഞാൻ നശിപ്പിച്ചവ ഞാൻ തന്നെ വീണ്ടും പണിതുയർത്തുന്നുവെങ്കിൽ ഞാൻ എന്തു ചെയ്യുകയാണ്? എ വലിയ നേട്ടം ഉണ്ടാക്കുകയാണ്, ബി ഭക്തി കാണിക്കുകയാണ്, സി അതിക്രമം കാണിക്കുകയാണ്, ഡി സേവനം ചെയ്യുകയാണ്. ഉത്തരം സി അതിക്രമം കാണിക്കുകയാണ്. ചോദ്യം 45. എന്തിനു വേണ്ടിയാണ് ഞാൻ നിയമത്തിലൂടെ നിയമത്തിന് മൃതനായി എന്ന് പൗലോസ് പറയുന്നത്? എ ലോകസുഖങ്ങൾക്ക് വേണ്ടി, ബി വിശ്രമിക്കാൻ വേണ്ടി, സി ദൈവത്തിനായി ജീവിക്കേണ്ടതിന്, ഡി മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടി. ഉത്തരം സി ദൈവത്തിനായി ജീവിക്കേണ്ടതിന്. ചോദ്യം 46. ദൈവത്തിനായി ജീവിക്കേണ്ടതിന് താൻ എന്ത് ചെയ്തു എന്നാണ് വിശുദ്ധ പൗലോസ് ഗലാത്യ 2:19 പ്രഖ്യാപിക്കുന്നത്? എ സ്നാനപ്പെട്ടിരിക്കുന്നു, ബി നിയമത്തിലൂടെ നിയമത്തിന് മൃതനായി, സി ക്രൂശിതനായിരിക്കുന്നു, ഡി മൃതനായിരിക്കുന്നു. ഉത്തരം ബി നിയമത്തിലൂടെ നിയമത്തിന് മൃതനായി. ചോദ്യം 47. താൻ ക്രിസ്തുവിനോടുകൂടെ എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് 2:20 പൗലോസ് പറയുന്നത്? എ സ്നാനപ്പെട്ടിരിക്കുന്നു, ബി ഉപവസിച്ചിരിക്കുന്നു, സി ക്രൂശിതനായിരിക്കുന്നു, ഡി മൃതനായിരിക്കുന്നു. ഉത്തരം സി ക്രൂശിതനായിരിക്കുന്നു. ചോദ്യം 48. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, പിന്നെ ആരെന്നാണ് പൗലോസ് അവകാശപ്പെടുന്നത്? എ സഭയാണ് ജീവിക്കുന്നത്, ബി ആത്മാവാണ് ജീവിക്കുന്നത്, സി ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്, ഡി നിയമമാണ് ജീവിക്കുന്നത്. ഉത്തരം സി ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ചോദ്യം 49. തൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം തന്നെ സ്നേഹിക്കുകയും തനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ആരിൽ വിശ്വസിച്ചുകൊണ്ടുള്ളതാണ് എന്നാണ് പൗലോസ് അവകാശപ്പെടുന്നത്? എ രാജാവിൽ, ബി തന്നിൽ തന്നെ, സി ദൈവപുത്രനിൽ, ഡി നിയമജ്ഞരിൽ. ഉത്തരം സി ദൈവപുത്രനിൽ. ചോദ്യം 50. ഗലാത്യ 2:20 ദൈവപുത്രന് പൗലോസ് നൽകുന്ന 2 വിശേഷണങ്ങൾ ഏതൊക്കെ? എ ലോകത്തിൻ്റെ രാജാവും വിധിയാളനും, ബി എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത, സി അത്ഭുത പ്രവർത്തനനും വൈദ്യനും, ഡി കരുണയുള്ളവനും കോപിക്കുന്നവനും. ഉത്തരം ബി എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത.
ചോദ്യം 51. അവർക്ക് ഞങ്ങൾ നിമിഷ നേരത്തേക്ക് പോലും വശപ്പെട്ടില്ല എന്ന് ഗലാത്യ 2:5 പൗലോസ്ലീഹ പറയുന്നത് ആരെ ഉദ്ദേശിച്ചാണ്? എ. വിജാതീയരെ. ബി. രഹസ്യത്തിൽ കടന്നുകൂടിയ വ്യാജ സഹോദരന്മാരെ. സി. യഹൂദ പ്രമാണികളെ. ഡി. സഭാ അധികാരികളെ. ഉത്തരം ബി. രഹസ്യത്തിൽ കടന്നുകൂടിയ വ്യാജ സഹോദരന്മാരെ. ചോദ്യം 52. അതുതന്നെയാണ് എൻ്റെ തീവ്രമായ താൽപ്പര്യം. ഏത് തന്നെയാണെന്നാണ് ഗലാത്യ 2:10 പൗലോസ്ലീഹ ഉദ്ദേശിക്കുന്നത്? എ. ജെറൂസലേമിലേക്ക് പോകണം. ബി. പാവങ്ങളെപ്പറ്റി ചിന്ത വേണം. സി. വിജാതീയരെ ഒഴിവാക്കണം. ഡി. സുവിശേഷം എഴുതണം. ഉത്തരം ബി. പാവങ്ങളെപ്പറ്റി ചിന്ത വേണം. ചോദ്യം 53. അന്ത്യോക്യായിൽ വെച്ച് പൗലോസ് കേപ്പയെ എപ്രകാരമാണ് എതിർത്തത്? എ. മുഖത്തു നോക്കി എതിർത്തു. ബി. കത്തെഴുതി എതിർത്തു. സി. മറ്റുള്ളവരോട് പരാതിപ്പെട്ടു. ഡി. രഹസ്യമായി എതിർത്തു. ഉത്തരം എ. മുഖത്തു നോക്കി എതിർത്തു. ചോദ്യം 54. ഗലാത്യ 2:13 അവനോടൊത്ത് ബാക്കി യഹൂദന്മാരും കപടമായി പെരുമാറി എന്ന് പറയുന്നു. ഇവിടെ പറയുന്ന അവൻ ആരാണ്? എ. പൗലോസ്. ബി. ബാർണബാസ്. സി. കേപ്പ. ഡി. തീത്തോസ്. ഉത്തരം സി. കേപ്പ. ചോദ്യം 55. കേപ്പയുടെയും ഒപ്പമുണ്ടായിരുന്ന യഹൂദരുടെയും കപടമായ പെരുമാറ്റം ബാർണബാസിൽ വരുത്തിയ മാറ്റം എന്താണ്? എ. സന്തോഷിപ്പിച്ചു. ബി. വഴിതെറ്റിക്കപ്പെട്ടു. സി. ജെറൂസലേമിലേക്ക് പോയി. ഡി. എതിർത്തു. ഉത്തരം ബി. വഴിതെറ്റിക്കപ്പെട്ടു. ചോദ്യം 56. ആരോട് പറഞ്ഞു? യഹൂദനായ നീ യഹൂദനെ പോലെയല്ല വിജാതീയനെ പോലെയാണ് ജീവിക്കുന്നതെങ്കിൽ യഹൂദരെ പോലെ ജീവിക്കാൻ വിജാതീയരെ പ്രേരിപ്പിക്കുന്നതിന് നിനക്ക് എങ്ങനെ സാധിക്കും? എ. കേപ്പ പൗലോസിനോട്. ബി. പൗലോസ് ബാർണബാസിനോട്. സി. പൗലോസ് കേപ്പായോട്. ഡി. യാക്കോബ് യോഹന്നാനോട്. ഉത്തരം സി. പൗലോസ് കേപ്പായോട്. ചോദ്യം 57. എന്ത് ചെയ്യുന്നുവെങ്കിൽ ഞാൻ അതിക്രമം കാണിക്കുകയാണ് എന്നാണ് വിശുദ്ധ പൗലോസ് ഗലാത്യ 2:18 പറയുന്നത്? എ. നിയമം ലംഘിക്കുന്നുവെങ്കിൽ. ബി. ഞാൻ നശിപ്പിച്ചവ ഞാൻ തന്നെ വീണ്ടും പണിതുയർത്തുന്നുവെങ്കിൽ. സി. പാപികളോടൊപ്പം ഇരുന്നാൽ. ഡി. ദൈവത്തെ മറന്നാൽ. ഉത്തരം ബി. ഞാൻ നശിപ്പിച്ചവ ഞാൻ തന്നെ വീണ്ടും പണിതുയർത്തുന്നുവെങ്കിൽ. ചോദ്യം 58. ക്രിസ്തുവിൻ്റെ മരണത്തിന് നീതീകരണം ഒന്നുമില്ല എന്നതിന് മുന്നോടിയായി പൗലോസ് പറയുന്നത് എന്താണ്? എ. നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ. ബി. വിശ്വാസമില്ലെങ്കിൽ. സി. നമ്മൾ എല്ലാവരും പാപികളാണെങ്കിൽ. ഡി. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ. ഉത്തരം എ. നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ. ചോദ്യം 59. അധ്യായവും വാക്യവും ഏത്? എന്തെന്നാൽ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ഞാൻ നിയമത്തിലൂടെ നിയമത്തിന് മൃതനായി. എ. ഗലാത്യ 2:17, 2:18, 2:19, 2:20. ഉത്തരം സി. ഗലാത്യ 2:19. ചോദ്യം 60. യാക്കോബും കേപ്പായും യോഹന്നാനും ആദിമസഭയിലെ എന്തായിട്ടാണ് ഗണിക്കപ്പെട്ടിരുന്നത്? എ. നേതാക്കളായി. ബി. നെടുംതൂണുകളായി. സി. ശ്രേഷ്ഠന്മാരായി. ഡി. നേതൃസ്തംഭങ്ങളായി. ഉത്തരം ഡി. നേതൃസ്തംഭങ്ങളായി. ഇതോടെ ഈ സെറ്റിലെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.